Hello friends, welcome to Dhruv World Malayalam Recipes. ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ മത്തി വറ്റിച്ചത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇവിടെ മത്തി നല്ല ക്ലീൻ ആക്കി എടുത്തിരിക്കുകയാണ്. 1/2 കിലോ മത്തിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് ഈ മത്തി വറ്റിച്ചതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി എടുക്കാം. അതുപോലെ തന്നെ ഈ മുളക് പൊടി കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഇതിലോട്ട് ഇങ്ങനെ ഇടുക. ഇവിടെ ഇതാ ഒരു 15 ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണിത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതൊക്കെ കൂടി ഇതിലോട്ടിടുക. ഇത് വളരെ ഈസി ആട്ടോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇവിടെ ഇതുപോലെയാണ് വെളിച്ചെണ്ണ കിട്ടുക, ഇത്തിരി കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കണം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇങ്ങനെ ചേർക്കാം. ഇവിടെ 3-4 പുളി കൂടി ഞാൻ ചേർക്കാണ്. കുടംപുളിയാണ് കേട്ടോ. അപ്പൊ ഈ പുളി ഇത്രയും ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ചില പുളിക്ക് കുടംപുളിക്ക് കുറച്ച് പുളി കുറവായിരിക്കും, ചിലതിന് കൂടുതലായിരിക്കും. നമ്മളിത് മേടിക്കുന്ന പുളിയാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പുളിയുടെ അളവ് നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ കൊടുക്കുക. നല്ല പുളി വേണ്ടവർ കുറച്ച് കൂടുതൽ എണ്ണം കൊടുക്കുക, ഒരു 4-5 എണ്ണം കൂടി കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇവിടെ ഞാൻ നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചു, എങ്കിലാണ് ഇതൊന്ന് കറക്റ്റ് ആവുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് ഈ മീനിന്റെ ആ ലെവൽ അനുസരിച്ച് മുങ്ങി കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. നമ്മളിത് വറ്റിച്ചെടുക്കണല്ലേ ഉള്ളൂ, മീൻ വറ്റിച്ചതാണല്ലോ. അപ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട. നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കണം, വേവണം. അതിനു വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ടൊരു 10 ചെറിയ മീനാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മതിയാവും. ഒരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും എന്തായാലും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. ഇവിടെ ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇത് വേവാനായിട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. എനിക്ക് തോന്നുന്നത് ഒരു 15-20 മിനിറ്റിനുള്ളിൽ ചെറിയ മീനായതുകൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങളിത് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ ആ കാര്യങ്ങൾ മൊത്തം ഇട്ടു, എന്നിട്ട് വേവാൻ വയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മത്തി വറ്റിച്ചത് എവിടം വരെയെന്ന് നമുക്ക് നോക്കാം. കണ്ട, നമ്മുടെ മത്തി വറ്റിച്ചത് അങ്ങനെ കിടന്ന് തിളക്കുകയാണ്. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു, മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എത്ര മണം അടിക്കണേന്നറിയോ. ഇപ്പൊ കുറച്ച് ഞാൻ കപ്പ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ കപ്പയും ചോറും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചട്ടിയോടുകൂടി തന്നെ നമ്മളത് തീർക്കും, അത്രയ്ക്ക് മണം വരുന്നുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ പുളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിന് അരപ്പൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ എരിവും പുളിയൊക്കെ നന്നായിട്ട് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.